രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് ഇന്ന് തന്നെ രാജിവെക്കാൻ സാധ്യത എന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടതില്ല എന്ന നിലപാട് KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നോബിൾ മാരിക്കാർ നൽകുന്നത്. നോബിൾ, ഹൈക്കമാൻഡിനെ KPCC നിലപാട് അറിയിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ തുടരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം നോബിൾ? സ്മൃതി, ഹൈക്കമാൻഡിൽ നിന്ന് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തെ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനു പിന്നാലെയാണ് KPCC അധ്യക്ഷൻ തന്നെ നേരിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാട് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന് അക്കാര്യത്തിൽ അധികം നേരം കാത്തിരുന്ന് ഇതിനൊരു തീരുമാനം പറയേണ്ട സാഹചര്യമില്ല. കാരണം സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ഒറ്റ സ്വരത്തിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന. ഷാഫി പറമ്പിലിനെ പോലെ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറം രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ നിലപാട് പങ്കുവയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ അതിനപ്പുറം മറിച്ചു ചിന്തിക്കാൻ ഹൈക്കമാൻഡിന് സമയമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം മറിച്ചെന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് KC വേണുഗോപാലിന്റെ ഒരു തീരുമാനമായി വ്യാഖ്യാനിക്കപ്പെടും എന്നതും പ്രധാനപ്പെട്ടതാണ്. ആ തീരുമാനത്തിലേക്ക്, അങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ KC വേണുഗോപാലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് വിവരമുള്ളത്. ആ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ രാജിവെക്കണമെന്ന തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. ഒരുപക്ഷെ അതിനു മുൻപ് രാഹുൽ നേരിട്ട് രാജി അറിയിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പാർട്ടി കൈവിട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടതില്ല എന്ന്. അദ്ദേഹത്തെ നേരത്തെ അടക്കം ഈ പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നപ്പോൾ മുകേഷ് രാജിവെച്ചില്ലല്ലോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തെ പല ആളുകളും രാജിവെച്ചില്ലല്ലോ എന്ന നിലപാട് പറഞ്ഞ ആളാണ് സണ്ണി ജോസഫ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ റിപ്പോർട്ടടക്കം പുറത്തുവിട്ട ആ ശബ്ദരേഖ അത് വലിയ തരത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ മാറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ച കാര്യത്തിൽ ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയോട് നടത്തിയ സംഭാഷണം അദ്ദേഹത്തെ വലിയ തരത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അതിനുള്ള അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കട്ടെ എന്ന നിലപാട് അദ്ദേഹവും പങ്കുവച്ചത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. എന്നാണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഒരു തീരുമാനം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രയും വേഗം ദീപാദാസ് മുൻഷിയുമായിരുന്നു കൂടിയാലോചന ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകും. അതിന് പിന്നാലെ മാങ്കൂട്ടം രാജിവെക്കേണ്ട നിലപാട് ഒരുപക്ഷെ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുകയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് ഒട്ടുമിക്ക എല്ലാ പ്രധാന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടിരിക്കുക. അത് മാത്രമല്ല ചില പ്രധാനപ്പെട്ട MPമാരും ഇതേ നിലപാട് പങ്കുവച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. മാങ്കൂട്ടം ഇത്തരത്തിൽ MLA സ്ഥാനം തുടരുന്നത് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ച് പത്തനംതിട്ട അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി വിഷയം ഉണ്ടാക്കും എന്നത് കൃത്യമായി തന്നെ പറയപ്പെടുന്നു. ആ പശ്ചാത്തലത്തിൽ പാലക്കാടും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നുള്ള MPമാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചു കഴിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ നേതാക്കളും എതിരായ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. അതിന് രാഹുൽ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണമെന്നും കൃത്യമായി നേതൃത്വം ആവശ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട പല നേതാക്കളും